തട്ടിപ്പിനെ കുറിച്ച് വിസ്മയ ന്യൂസ് പുറത്തു കൊണ്ടുവന്ന വാർത്ത ധാരാളം ഫീഡ്ബാക്കുകളാണ് ഞങ്ങൾക്ക് നേടിത്തരുന്നത്. ഈ വാർത്ത ഉറവിടം എന്ന് പറയുന്നത് ഒരു ഇടനിലക്കാരിയാണ്. വ്യാപകമായി ആളുകളെ വിളിച്ച് അവർക്ക് പരിചയമുള്ള ആളുകൾ, പരിചയമില്ലാത്ത ആളുകൾ അങ്ങനെയൊക്കെ വിളിച്ചിട്ട് അവർ ആണ് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, നിങ്ങളിതിന് ചേർന്ന് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്കൊരു 25,000 രൂപ തരണം, ബാക്കി പൈസ അവർക്ക് തന്നെ കൊടുക്കണം, മാഡം വിളിച്ച് എല്ലാ കാര്യവും പറയും എന്നാണ് ഈ ഇടനിലക്കാരി ഞങ്ങളുടെ റിപ്പോർട്ടറോട് പറഞ്ഞത്. റിപ്പോർട്ടറോട് അവർ പറയുന്നുണ്ട് ഇത്ര രൂപയാണ് എന്നൊക്കെ. ഇടനിലക്കാരി പറഞ്ഞതനുസരിച്ചും ഇടനിലക്കാരി കൈമാറിയ നമ്പർ അനുസരിച്ചുമാണ് ഈ കാർത്തിക മാഡത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർ വിളിച്ചിരുന്നത്. ഒടുവിൽ ഈ ഇടനിലക്കാരി പറയുന്നു അവരുടെ വേണ്ടപ്പെട്ട ആളുകൾക്കും ജോലി ലഭിക്കും, ഉടനെ തന്നെ അവർക്ക് നിയമനം ലഭിക്കും എന്ന് വിശ്വസിപ്പിച്ചാണ് റിപ്പോർട്ടറെ കൊണ്ട് വിളിപ്പിക്കുന്നത്. അല്ലെങ്കിൽ റിപ്പോർട്ടറോട് പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടും. എന്നിട്ട് അവരുടെ ഒരു മെസ്സേജ് ഞാൻ കാണിച്ചത്, മോനെ ഞാൻ ഇങ്ങനെ നിർബന്ധിപ്പിച്ചാക്കിക്കൂടല്ലോ, ഇങ്ങനെ ഓരോന്ന് പണിയെടുപ്പിച്ചിട്ട് ഇങ്ങനെ ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയുള്ള ചാറ്റും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അവരുടെ പേര് വിവരം തൽക്കാലം മറച്ചു വെക്കുന്നു എന്ന് മാത്രം. മറ്റേ മാഡത്തിൻ്റെ പേര് ഞാൻ വെട്ടിത്തുറന്ന് പറഞ്ഞു. ഇടനിലക്കാരുടെ പേര് പോലീസ് കണ്ടെത്തട്ടെ, ആവശ്യമായി വരുമ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറാമെന്ന ഒരു ദൃഢനിശ്ചയത്തിലാണ് വിസ്മയ ന്യൂസ് സംഘം ഇപ്പോൾ. ഏതായാലും അവരുടെ ഫോൺ സംഭാഷണം കേൾക്കാം. നിന്റെ പെങ്ങൾ എന്താ വരെ പഠിച്ചിട്ടുണ്ട്? ഡിഗ്രി ഇല്ലയോ? ശബ്ദം പിന്നെ എന്തോന്ന് പറയുന്നോ, ഒരു പിന്നെ ഫിഷറീസിൽ ജോലി വന്നിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ കയറ്റി വിടാന്ന് വിചാരിച്ചിട്ടാ. ഫിഷറീസിലും വികാസ് ഭവനിലും ഒക്കെ. അത് വേറെ ആരോടും പറയരുത്, പാർട്ടിയുടെ എംപ്ലോയ്മെന്റ് വഴിയാണ്. എംപ്ലോയ്മെന്റിലെ കാർഡൊക്കെ ഉണ്ടോ? എംപ്ലോയ്മെന്റ് കാർഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ കയറ്റി വിടാന്ന് വിചാരിച്ചിട്ടാ വിളിക്കുന്നത്. അപ്പം അവര് ആ ഓഫീസിലേക്ക് വേണ്ടിയിട്ട്, അതായത് എംപ്ലോയ്മെന്റ് വഴി ഇവർക്കുള്ള ഇതെല്ലാം ശരിയാക്കണമെങ്കിൽ അവര് 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 3 ലക്ഷം രൂപ കൊടുക്കണം. 3 ലക്ഷം രൂപ കൊടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും ഞാൻ ജോലി മേടിച്ചു കൊടുക്കുവാണെങ്കിൽ 10-25,000 രൂപ എനിക്ക് തന്നാൽ മതി. മനസ്സിലായോ? ഞാൻ നിനക്കറിയാലോ ഞാൻ ഇതാ ജോലി ചെയ്യുന്നത്. പെർമനന്റ് പിന്നെ പോസ്റ്റാണ്. ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കേ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ, ആയിരക്കണക്കിന് ആളുകൾ PSC റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് പോലും ജോലി കിട്ടാതെ നട്ടം തിരിയുമ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ജോലി കിട്ടാൻ കാത്തിരിക്കുന്നവർ. ഞാൻ മുമ്പ് ഒരു വാർത്ത സൂചിപ്പിച്ചല്ലോ, ബിജു രാമചന്ദ്രൻ എന്ന് പറയുന്ന പരവൂറുകാരന്റെ വാർത്ത. ഇതേ ഫിഷറീസ് വകുപ്പിൽ ഡ്രൈവർ കം അറ്റൻഡറായിട്ട് ജോലി കിട്ടിയ ആ ബിജുവിനെ പുകച്ച് പുറത്തു ചാടിച്ച ഒരു മാഡത്തിന്റെ കഥ. ഇങ്ങനെ ജോലി കിട്ടിയാൽ തന്നെ പങ്കപ്പാടാണ് 6 മാസം കംപ്ലീറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് വഴി, പിന്നെ PSC വഴി ജോലി കിട്ടാൻ അതിനേക്കാൾ പാട്. പഠിച്ച് കഷ്ടപ്പെട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, വേഴാമ്പൽ മഴയ്ക്ക് കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുന്ന ഇമ്മാതിരി ഉള്ള ആളുകളെ, അല്ലെങ്കിൽ പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടി ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുന്ന ആളുകളെ, ഇവരെ എന്താണ് ചെയ്യേണ്ടത്? നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങുമെന്ന് പലപ്പോഴും ഉറപ്പു നൽകുന്ന ഇടത് സർക്കാർ ഇവരുടെ കൈകളിൽ വിലങ്ങ് വച്ച് ഇവരെ അഴിക്കുള്ളിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.